പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ വലിയതാകുന്നു. കർത്താവിൻ്റെ കൃപ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, നന്മകൾക്ക് കാരണമായി തീരുവാൻ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ നാം ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ ആയിരിക്കാൻ നാം ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് നിന്റെ കൃപ എനിക്കു മതി എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ദൈവം നമ്മോട് കൃപയുണ്ടായാൽ, ദൈവത്തിന് നമ്മോട് കൃപയുണ്ടായാൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറുവാനിടയായിത്തീരും. അസാധ്യമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് സാധ്യമാക്കി തരും. അതുകൊണ്ട് ദൈവമക്കളെ, നാം എപ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. അങ്ങയുടെ കൃപ മാത്രം മതി എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം മാറിപ്പോകുവാനിടയായിത്തീരും. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തും. നമ്മെ ഉപേക്ഷിക്കാതെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം നാം ജീവിക്കണം. ദൈവ ഇഷ്ടപ്രകാരം നാം ജീവിക്കണം. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ എല്ലാം നാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അപ്പൻ്റെ കൃപ മതിയപ്പ, അപ്പൻ്റെ കൃപ മാത്രം മതിയപ്പ എനിക്ക്. അപ്പൻ്റെ കൃപ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോകരുതേ. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി എന്നെ വിട്ടു പോകരുതേ. അപ്പൻ്റെ കൃപയാൽ എന്നെ പൊതിയണമേ, അപ്പൻ്റെ കൃപയാൽ എന്നെ പൊതിയണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, കൃപയാൽ നമ്മെ പൊതിയുമ്പോൾ, കൃപയാൽ നമ്മെ കാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരത്തില്ല, പ്രശ്നങ്ങൾ കടന്നു വരത്തില്ല, പ്രതികൂലങ്ങൾ കടന്നു വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അഥവാ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ കടന്നു വന്നാൽ അത് നമുക്ക് തരണം ചെയ്യുവാൻ ആ കൃപ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നാം എപ്പോഴും ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഇരിപ്പാൻ. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മെ വിട്ടുപോകാതെ നമ്മുടെ കൂടെ ഇരിപ്പാൻ നാം ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകാതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് നാം ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ നാം ആയിരിക്കാൻ നാം ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകാതെ ഇരിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നാം ജീവിക്കണം. നാം പ്രാർത്ഥിക്കണം, അങ്ങയുടെ ഹിതപ്രകാരം ദൈവമേ എന്നെ മെനഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൻ്റെ ഹിതമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തെറ്റുകൾ ചെയ്യുവാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴും അവിടെ തടസ്സമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് ബുദ്ധി, ആലോചന പറഞ്ഞു തന്ന് നമ്മെ ആ തെറ്റിലേക്ക് പോകാതെ നേർവഴിയിൽ നടത്തും. അതുകൊണ്ട് ദൈവഹിതം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ദൈവഹിതമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ, കർത്താവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റ് ചെയ്യാതിരിക്കുവാൻ, നമുക്ക് ദൈവഹിതമില്ലാത്ത പ്രവർത്തികളിൽ ചെന്ന് വീഴാതെ ആയിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നാം എപ്പോഴും
പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കൃപയും നമ്മെ വിട്ടു പോകാതിരിപ്പാൻ, നമ്മുടെ കൂടെ ഇരുപ്പാൻ നാം ആഗ്രഹിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ദൈവമക്കളെ, അങ്ങനെ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്നാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി, നാം മാനിക്കപ്പെട്ടവരായി, നമ്മുടെ നിന്ദകളെല്ലാം മാറ്റി, പരിഹാസങ്ങളെല്ലാം മാറ്റി ദൈവം നമ്മെ ഉയർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കൃപയ്ക്കായി പ്രാർത്ഥിക്കുക, കൃപയ്ക്കായി വാഞ്ചിക്കുക, ദൈവത്തിൻ്റെ കൃപയ്ക്കായി ആഗ്രഹിക്കുക. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.